കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ കോളേജ് യൂണിയൻ പരിപാടിയിൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ. ആർട്ടിക്കിൾ 153 ഓൾ എബൌട്ട് ഗവർണർ നോട്ട് കാവ്യവൽക്കരണം എന്ന പേരിൽ നടന്ന പരിപാടിയിലാണ് നടപടി. പരിപാടിക്ക് സർവകലാശാലയുടെ അനുമതി ഇല്ല എന്നാണ് VC KK സാജുവിന്റെ പ്രതികരണം. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ചാൻസലർ ഇടപെടൽ? അരുൺ, ഉന്മേഷ, കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയൻ SFIയുടെ നേതൃത്വത്തിലാണ്. SFI യൂണിയനാണ് അവിടെ ഭരിക്കുന്നത്. SFIയുടെ യൂണിയനാണ് ഇത്തരമൊരു പരിപാടി, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയുടെ പേരിലാണ് അല്പം വ്യത്യസ്തതയുള്ളത്. ആർട്ടിക്കിൾ 153 ഓൾ എബൌട്ട് ഗവർണർ നോട്ട് കാവ്യവൽക്കരണം എന്ന പേരിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആ കോളേജിലെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിൽ കൾച്ചറൽ പ്രോഗ്രാമുകളുണ്ട്, ഭരണഘടനയെക്കുറിച്ചുള്ള വിവിധ തലങ്ങളിലുള്ള ക്ലാസുകൾ ഉൾപ്പെടെ ആണ് ഈ പരിപാടി ഉള്ളതെന്നാണ് SFI വിശദീകരിക്കുന്നത്. ഈ പരിപാടി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സർവകലാശാല VC KK സാജു വിശദീകരണം തേടിയിട്ടുള്ളത്. അതിൽ VC പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ SFI യൂണിയൻ നടത്തുന്ന ഈ പരിപാടിക്ക് സർവകലാശാലയുടെ അനുമതിയില്ല. സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിക്ക് അത് വിദ്യാർത്ഥി യൂണിയന് പ്രത്യേക അധികാരമുണ്ടെങ്കിലും ഇത്തരം പരിപാടികൾക്ക് സർവകലാശാലയുടെ അനുമതി ആവശ്യമാണ്. ആ അനുമതി ഇവിടെ ഇല്ല എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിലൊരു രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന് നമുക്കറിയാം. നേരത്തെ ഈ VC തന്നെ ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവ്, ഒരു സർക്കുലർ നേരത്തെ കണ്ണൂർ സർവകലാശാലയിൽ വിവാദമായിരുന്നു. അത് ഈ കോളേജ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകൾ നടത്തുന്ന പരിപാടികളുടെ ഉള്ളടക്കം നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സമിതിയെ VC നിയോഗിച്ചിരുന്നു. അത് പിന്നീട് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ആ സർക്കുലർ പിൻവലിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായാണ് ഇപ്പോൾ ഒരു യൂണിയൻ നടത്തുന്ന പരിപാടി. അത് ആ കാര്യങ്ങൾ പരിശോധിച്ച് അതിന്റെ പരിപാടിയുടെ ഉള്ളടക്കം ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം എന്നതാണ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ VC പ്രധാനമായും പറയുന്നത് ഏതായാലും കണ്ണൂർ VCയുടെ ഇടപെടൽ ഇപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. ഈ പരിപാടിയുടെ പേരിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് VC ഇപ്പോൾ.